തെഹ്ലിയ വലിയ ആത്മവിശ്വാസത്തിലാണല്ലോ. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എത്ര സെറ്റ് നാമനിർദ്ദേശ പത്രിക നൽകി? 3 സെറ്റ് നൽകി. അതെ. ഈ ഒരു അവസരം എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഒരു സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ പിന്നിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് നിന്നിട്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത്. വിറയലുണ്ടോ? വിറയലൊന്നുമില്ല. ഇല്ല. കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. 100%. അത് നിങ്ങൾക്ക് തന്നെ ആളുകളോട് സംസാരിച്ചാൽ മനസ്സിലാവും. ആളുകൾക്ക് മടുത്തു തുടങ്ങി. അപ്പോൾ ഒരു തിരിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിന് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത്. കുറ്റിച്ചിറയിലെ ഏറ്റവും മഹനീയമായ ഒരു തറവാട്ടിൽ നിന്നാണ് ഈ കെട്ടിവെക്കാനുള്ള പണം വാങ്ങി ഇവിടെ ഇപ്പോൾ നോമിനേഷൻ നൽകിയിരിക്കുന്നത്. ആ കുടുംബത്തോടൊക്കെയുള്ള കടപ്പാട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെയും MK മുനീർ സാഹിബിൻ്റെയും ഒക്കെ ഒരു പിന്തുടർച്ചക്കാരിയാവാൻ കുറ്റിച്ചിറയിൽ തന്നെ വന്ന് നിന്ന് മത്സരിച്ച് അവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കാൻ പറ്റുക, പ്രത്യേകിച്ച് ആ ഒരു പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. CHൻ്റെയും മുനീറിൻ്റെയും പിന്മുറക്കാരിയാണ്. തീർച്ചയായിട്ടും അവർ അവിടെ കുറ്റിച്ചിറയിൽ മത്സരിച്ചവരാണ്. അവരിതേപോലെ ഇത്തരത്തിൽ തറവാടുകളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കെട്ടിവെക്കാനുള്ള പണമൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. യുവത്വമാണ് മത്സരിക്കുന്നത്, പക്ഷേ ചുറ്റുമുള്ളത് നല്ല പഴക്കം ചെന്ന ആളുകളാണ്. വലിയ പിന്തുണയുണ്ടല്ലേ? അങ്ങനെ ഒരിക്കലും പറയരുത്. ഇവിടെ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. ഇവർ അവിടുത്തെ ഞങ്ങളെ കാരണവന്മാർ. ഇതെൻ്റെ ഉപ്പയാണ്. ഞാൻ മോശമായിട്ടല്ല പറഞ്ഞു, പഴക്കം ചെന്ന ആളുകളാണ് എന്നുള്ളതാണ്. അനുഭവ സമ്പത്തുള്ള മനുഷ്യന്മാരാണ്. അതാണ് അതിന് വാക്കൊന്നുകൂടെ മാറ്റിയിട്ട് ഞാൻ അനുഭവ സമ്പത്തുള്ള മനുഷ്യന്മാരെന്ന് വിളിക്കും. അതാണ് നമ്മുടെ ഊർജ്ജം. തീർച്ചയായിട്ടും ഇവരൊക്കെ എൻ്റെ ഊർജ്ജമാണ്. ഏതായാലും ഫാത്തിമ തെഹ്ലിയ വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. കാരണം UDFൻ്റെ ഭരണം കൊണ്ടുവരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും അനുഭവ സമ്പത്തായുള്ള ഒരു കൂട്ടം ആളുകൾ തങ്ങൾക്കൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ടുള്ള ആളുകൾ കൂടി എനിക്കൊപ്പമുണ്ട് എന്നൊരു ആത്മവിശ്വാസം കൂടി അവർ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ അവർ നൽകുകയും ചെയ്തിരിക്കുന്നത്. KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.